അപ്പച്ചാ സ്റ്റൂളിട്ടിരിക്കണേ, കട്ടിലിരിക്കല്ലേ. ഓ ഓ അറിയാം. കുളിച്ച് പൗഡറൊക്കെ ഇട്ട് നല്ല സുന്ദരിയായല്ലോ. കട്ടിലിരിക്കാൻ പറ്റത്തില്ല. വെള്ളത്തിന്റെ മുകളിലാ കൊച്ചു കിടക്കുന്നേ. വാട്ടർ ബെഡ്. ഞാൻ കൂടെ കയറിയിരുന്ന എല്ലാം കൂടെ പൊട്ടിപ്പോവും. പിന്നെ രണ്ടാളെയും വെള്ളം കൊണ്ടുപോകും. അവൻ ഈ ആഴ്ച വന്നില്ല. വന്നാ കൊച്ചിൻ്റെ അടുത്ത് വരാതാവാൻ പോവുമോ? ഈ ആഴ്ച വരുമായിരിക്കും. വരും വരും, വിഷമിക്കല്ലേ. മോൻ പോയി എന്തെങ്കിലും പണി നോക്കിയേ, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. കുളിക്കാനോ? ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? വീഡിയോ കോൾ വരാവോ? ഇപ്പൊ സമയമില്ല, പിന്നെ വരാം. ഇപ്പല്ല, കുളിക്കാൻ കേറുമ്പോ. ഒന്ന് പോയടാ. പകല് വെളിച്ചത്തിൽ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടല്ലേ. പോയേ പോയേ പോയേ. ഒരു സെക്കൻഡ്, അത്രേ ഉള്ളൂ സമയം. പറഞ്ഞേക്കാം, ഞാൻ വിളിച്ചോളാം. കുറച്ചുകൂടി താഴ്ത്തു. ആ, ബീഫ് ഉള്ളതുകൊണ്ട് രണ്ടെണ്ണം അടിക്കാന്ന് വിചാരിച്ചത്. അതെന്തായാലും നന്നായി. ഇട് ബീഫ് ഇട്. എന്തായി നിന്റെ പരിപാടികളൊക്കെ? ലിസ്റ്റിൽ പേരുണ്ടടാ. വീട്ടുകാരെ അതും നോക്കിയിരിക്കുക. ആളെ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. അവനിട്ട് ഞാൻ കൊടുക്കുന്നുണ്ടാ. അത് വിട്. എടാ, ഷൈനി ചോക്ക് എന്തായി? സുഖമാണോ? ഞാൻ കൊടുക്കണം. എന്ത് സുഖമേ? എടാ, കുറ്റിയിലടിച്ചിട്ടിരിക്കുന്ന മച്ചിപ്പശുവാ. ഓർത്താ കൊള്ളാം. ട്രൈ അടിക്കണേ, വെള്ളം വെച്ചു. 4 പേരറിയാതെ എവറസ്റ്റ് കയറിയിട്ട് ഒരു കാര്യമില്ല. പക്ഷേ ഈ കാര്യത്തിൽ എവറസ്റ്റ് കയറുന്നതിനേക്കാൾ റിസ്ക്കുമാണ്. നാട്ടുകാരറിഞ്ഞ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പൂജിതമാകണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിൽ പോലെ ഭൂമിയിലുമാകണമേ. അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നമ്മുടെ കർത്താവും നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവ് ഈശോ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. തമ്പുരാൻ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. ഷൈനി, ഞാൻ രാവിലെ പോവുകയാണേ. അതെന്തറിയുന്ന പെട്ടെന്ന്? എനിക്ക് പോണം ഷൈനി. 3ാം തരംഗാന്നാ കേൾക്കുന്നേ. ഇപ്പൊ പോയില്ലേ ഞാനിവിടെ പെട്ടുപോകും. എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വന്ന പോവാനുള്ള സെറ്റപ്പൊക്കെ നമുക്ക് ചെയ്യാറിയേ. അതൊന്നും നടക്കത്തില്ല. വല്ല ലോക്ക്ഡൌണും വന്ന എന്റെ കൊച്ചുങ്ങൾ എന്നെ കാണാതെ തകർന്നു പോകും. ഞാൻ രാവിലെ പോവും ഷൈനി. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ ആരെങ്കിലും... അതൊന്നും എനിക്ക് അറിയത്തില്ല. അത് കൊള്ളാം, എല്ലാവർക്കും പറഞ്ഞിട്ടങ്ങ് പോയാ മതി. ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന ഞാനാ. ഞാൻ രാവിലെ എന്തായാലും പോവും ഷൈനി. ഷൈനി, പൈസ വേണം.
നാളത്തെ എല്ലാ കാര്യങ്ങളും തീർത്തിട്ടേ ഞാൻ പോവും. പക്ഷെ രാവിലെ തന്നെ പോകും. അല്ല ഷൈനി, 7-8 ദിവസത്തെ കുറവുണ്ടല്ലോ. അപ്പൊ ഇനി ഇങ്ങോട്ടില്ല അല്ലേ? ഷൈനി, രാവിലെ തന്നെ തുണിയെല്ലാം മാറിയേക്കണം. രാത്രി മോഷൻ എങ്ങാനും പോയാൽ രാവിലെ ആകുമ്പോഴേക്കും ഒരു പരുവാവും. ആ പിന്നെ ഉറങ്ങാനുള്ള ഗുളിക ഒരെണ്ണത്തിൽ കൂടുതൽ. നീ വരുന്നതിന് മുമ്പ് ഇതൊക്കെ ഞാനല്ലേ ചെയ്തോണ്ടിരുന്നേ, എനിക്കറിയാം. അതിൻ്റെ കാണാനും ഉണ്ടായിരുന്നു. നുന്നപ്പാ, ഓ ഒരെണ്ണം കൂടി ഇങ്ങ് എടുക്കടാ. ഇത് മതിയോ? അത് വലുതല്ലേ, ചെറുതെട്. ഇപ്പൊ ശരിക്ക് തരാം. എടുക്കടാ വേഗം. കയ്യിലൊന്നും അടിച്ച് പിടിപ്പിച്ചേക്കല്ലേ, ആശുപത്രി പോലും പോകാൻ പറ്റാത്ത നേരോ. ഇച്ചിരി ഒന്ന് ഇളകി കിടന്നാൽ മതി, എല്ലാം കൂടെ കയറി കുത്തി നാശമായിക്കളെ. ഡാ, കയ്യോ കാലോ മുറിച്ചോണ്ട് വന്നാലേ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ. എനിക്കിപ്പോ 2 ഇടയായിട്ട് കയ്യോ കാലം മുറിയണോ? അത് മമ്മിയുടെ മൂട് പോലെയല്ലയോ? പൊളിച്ചില്ലേ അപ്പച്ചാ? പിന്നില്ലേ. നുന്നപ്പ ക്ഷീണിച്ചോടാ? ഞാൻ ക്ഷീണിച്ചില്ല. അപ്പച്ചനോ? ഓ കാണ്ടാ മാട് പോലെ വർക്ക് ചെയ്തിട്ടിരിക്കുക, എന്നിട്ട് എനിക്കൊരു ക്ഷീണമില്ല. പിന്നെ ജോയേ, ഞാൻ ആ പൂവിനെ പിടിച്ച് അകത്തിട്ടിട്ടുണ്ട്. ഒന്ന് വന്ന് കൊന്നുക. ആ മീൻകാരന്മാരും വന്നില്ല, കറി വെക്കാൻ ഒന്നുമില്ല ജോയേ. ആ കാലത്തെ വന്ന് ചിരട്ട എടുക്കുന്ന പണിയാ എനിക്ക്. അതിന്റെ ശമ്പളം മതി. കോണിയൊക്കെ എല്ലാം പോകും. യവനെയൊക്കെ വെച്ച് പണിയെടുത്താൽ നമ്മൾ ചിരട്ടെടുക്കും. തൊട്ടേനും പിടിച്ചനൊക്കെ കാശ് വേണം. ഒരു സഹായം ചെയ്യാൻ പറഞ്ഞാൽ അവന്റെ കുണങ്ങ് മാറും. ഓ പിന്നെ കുന്തം. ചാച്ചതിന്റെ പരുവൊന്ന് നോക്കിയേക്കണേ. ഓ കൈ ചൂട് കൂടുതലാണോ? നുന്നപ്പ ഇങ്ങ് വന്നേടാ, അമ്മച്ചി ഒന്ന് കാണട്ടെ. ചാച്ച കൈയൊന്നും തട്ടാതെ സൂക്ഷിക്കണേ. പുറമൊക്കെ വല്ലാത്തൊരു കണ്ടീഷനിലായിരിക്കാം. എന്നാ പിന്നെ കൊച്ചിന് ഇത്തിരി കൂടെ ഗ്ലാമർ ആവാം. ചാച്ച, ആ ബക്കറ്റിലെ വെള്ളം ക്ലോസറ്റിലേക്ക് ഒഴിച്ച് കളഞ്ഞേക്കണേ. പുറത്തേക്ക് ഒഴിക്കണ്ട.